ഉണ്ണിയമ്മേ കുമ്പടി വന്നു മാറ്റുക, ഐഡന്റിറ്റി പോക്കുക. ശരി 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 ശ്രീ അഭിലാഷ്, ഇതിന്റെ ഒരു രൂക്ഷത എത്ര പക്ഷേ അങ്ങ് മാത്രം ചർച്ച നടക്കില്ല. അതുകൊണ്ടാണ് ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള വഖഫ് കേസുകൾ 2024 സെപ്റ്റംബർ മാസം വരെയുള്ള വഖഫ് കേസുകളുടെ എണ്ണം തരാം. എവിടെ പോണു? 40,951 കേസസ് പെൻഡിംഗ് ഇൻ വഖഫ് ട്രൈബ്യൂണൽസ് അക്രോസ് ഇന്ത്യ. അതിൽ ഓഫ് ദീസ് 9,942 കേസസ് ആർ ഫൈൽഡ് ബൈ മെമ്പേഴ്സ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതിൽ 9,942 കേസുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? മൊത്തം 40,000 കേസുകൾ, അത് 9,000 മുസ്ലിം സമുദായത്തിൽ നിന്ന്. 40,951 അതിൽ 9,942 എന്ന് വെച്ചാൽ 31,000 കേസുകളും അമുസ്ലിങ്ങളായിട്ടാണ്. കൂടുതൽ വഖഫ് സ്വത്ത് അടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ വഖഫുമായി തർക്കത്തിൽ ഏർപ്പെടുന്നത്, വഖഫുമായി വ്യവഹാരത്തിൽ ഏർപ്പെടുന്നത് അധികം ആരാണ്? മുസ്ലിങ്ങൾ തന്നെയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. 10 എണ്ണ ഞാൻ പറഞ്ഞ 10% കേരളത്തിലെ കണക്കാണ്, നിങ്ങൾ എടുത്തു നോക്കി. ഇത് തന്നെയാണ് രാജ്യവ്യാപകമായിട്ടും. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. ദേവന്റെ സ്വത്ത് ദേവസ്വം, അതുപോലെ വഖഫ് ദൈവത്തിന്റെ സ്വത്ത് വഖഫ്. എന്നിട്ട് പിന്നെ പറയുന്നു ഇവിടെ നരേന്ദ്രമോദി ഇടുന്ന സ്പീച്ചിൽ പറയുന്നത് എന്താണ്? വളരെ ഏറ്റവും വലിയൊരു അബദ്ധം അയാൾ പറയുന്നു. വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഈ വഖഫ് ബോർഡിൻ്റെതാണോ വഖഫ് സ്വത്ത്? ഇപ്പൊ അഭിലാഷ്, നിങ്ങൾ വലിയൊരു വീടുണ്ടാക്കി, ബാക്കി പറ. ആ വീടിനെ പരിപാലിക്കാന് അതിനെ ആരെങ്കിലും വന്ന് നശിപ്പിക്കണമൊക്കെ പിന്നെ ശ്രദ്ധിക്കാൻ ഒരു വാച്ച്മാനെ നിങ്ങൾ അതിന്റെ ഗേറ്റിന് മുമ്പിൽ വെക്കുന്നു. ആ വാച്ച്മാന് കിടന്നു കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? ഈ വാച്ച്മാന്റെ പണി ഈ വീട് സംരക്ഷിക്കലാണ്, അല്ലാതെ ഈ വാച്ച്മാൻ്റെതല്ല. ആ വാച്ച്മാനാണ് വഖഫ് ബോർഡ്. വഖഫിന് സ്വത്തില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. വഖഫാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പോകുന്ന കേസ് കൂട്ടങ്ങൾ 31,000 4-ൽ 3 അമുസ്ലിങ്ങളായിട്ടാണ്. എന്നിട്ട് BJP കലാപം ഉണ്ടാക്കുന്ന പറയുന്നത് വഖഫ് കാരണം ഇവിടെ കലാപം ഉണ്ടാവുന്നുണ്ട്, വഖഫ് കാരണം സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വഖഫ് ബോർഡ് അല്ല ഉത്തരവാദി. വഖഫ് ബോർഡിനെ കൊണ്ട് 95 വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 1995 വരെ വഖഫ് ബോർഡിനെ കൊണ്ട് ഈ രാജ്യത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. അവരവരെ പാട്ടിൽ അവരുടെ ഭൂമി നോക്കി നടക്കുന്ന ഒരു സംവിധാനമായിരുന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, അതിൻ്റെ ഉള്ളിൽ പല തിരിമറിയും കയ്യേറ്റമൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയത് എപ്പോഴാണ്? 95-ലാ. ഈ 95-ലെ നിയമം വന്നപ്പോഴാണ് ഇത് കുഴപ്പമാവാൻ തുടങ്ങിയത്. സെക്ഷൻ 40 പ്രത്യേകിച്ചിട്ട് വഖഫ് ബോർഡിന് നോട്ടീസ് അയക്കാം. ഞാൻ പല ചർച്ചയിലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വം എന്താണ്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. വൺ ഹു അലജസ് ഹാസ് ടു പ്രൂവ്. ആരോപിക്കുന്ന ആൾ തെളിയിക്കണം എന്നാണ്. ആരോപിക്കുന്ന ആൾ തെളിയിക്കണം. ഇവിടെ അത് വേണ്ട. വഖഫ് ബോർഡിന് തോന്നുകയാണ്, ഇഫ് ദി വഖഫ് ബോർഡ് ഫീൽസ്, തോന്നിയാൽ അത് വഖഫ് പ്രോപ്പർട്ടിയാൻ തോന്നിയാൽ നോട്ടീസ് അയക്കാൻ. നോട്ടീസ് അയച്ചാൽ അയാൾ ഇപ്പൊ സാമൂതിരിപ്പാടിന്റെ പണ്ടാരഭൂമി ചാവക്കാട് ഒരു നായർ തറവാടിന് പതിച്ചു കൊടുത്തു. ആ തറവാട് ഭാഗം ചെയ്തപ്പോൾ അത് പല വഴിക്ക് വിറ്റുപോയി. ഇപ്പൊ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ അവർക്കൊക്കെ നോട്ടീസ്, അത് വഖഫ് ബോർഡ് ഭൂമിയാൻ വേണ്ടത് സാമൂതിരിപ്പാടിന്റെ പണ്ടാരഭൂമിയെ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്നിട്ട് ഇപ്പൊ കോഴിക്കോട് വഖഫ് ബോർഡ് മുമ്പാകെ ഹാജരാവാൻ പറഞ്ഞിരിക്കുക അവരോട്. എന്നിട്ട് അവര് തെളിയിക്കണം ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അതെന്തൊരു ന്യായമാണ്? എന്റെ ഭൂമിയിൽ വേറൊരാൾ കയ്യേറിയെന്ന് ഞാൻ കേസ് കൊടുക്കുമ്പോൾ ഞാൻ തെളിയിക്കണം എന്റെ ഭൂമിയാണ് അതെന്ന്. എന്നിട്ട് അയാൾ കയ്യേറിയെന്ന് ഞാൻ തെളിയിക്കണം. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അല്ലാണ്ട് ഇവര് നോട്ടീസ് അയച്ചാൽ പിന്നെ മറ്റവര് വന്നിട്ട് അവിടെ തെളിയിക്കണം. അത് കഴിഞ്ഞ് അവിടെ തോറ്റാലോ പിന്നെ ഒരു വഖഫ് ട്രൈബ്യൂണൽ, ഒരു ജില്ലാ ജഡ്ജ്
അതിന്റെ വിധി ദ ഓർഡർ ഈസ് ഫൈനൽ. പിന്നെ എന്ത് ചെയ്യും? പിന്നെ റിട്ട് ജൂറിസ്ഡിക്ഷന് പോകണം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഒരു സിവിൽ കേസിൽ ഹൈക്കോടതിക്ക് റിട്ട് ജൂറിസ്ഡിക്ഷനുള്ള അധികാരം പരിമിതമാണ്. ദി പവേഴ്സ് ഓഫ് എ ഹൈക്കോർട്ട് ഇൻ എ റിട്ട് എന്താ പറയാ അപ്പീൽ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. റിട്ട് പെറ്റീഷൻ ഇൻ എ സിവിൽ കേസ് ഈസ് വെരി ലിമിറ്റഡ്. അത് മറ്റേ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു, അമിത്ഷാ, ഇതേ വാക്ക്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അപ്പോ പരിമിതമായ അധികാരമുള്ള റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിക്കാനേ പിന്നെ പറ്റുള്ളൂ. ഫാക്സ് പറ്റൂല, അവിടെ ലോ മാത്രമേ പറയാൻ പറ്റൂ, ഫാക്സ് പറയാൻ പറ്റൂല. സിവിൽ അപ്പീലാണെങ്കിൽ ഫാക്സ് പറയാം. വസ്തുതകൾ പറയാണ്ട് എങ്ങനെയാ കേസ് ജയിക്കുക? എവിടുന്ന് കിട്ടി നിയമം വരുത്തി? ഞങ്ങളെ ആൾക്കാരെ എതിർത്ത ഞങ്ങളെ പ്രതിഷേധം മറികടന്ന് പാസ്സാക്കിയതാ ഈ വഖഫ് ബോർഡിനകത്തുള്ള ഈ എല്ലാ നിയമങ്ങളും. ഞങ്ങൾ ഇതിനെ അനുകൂലിച്ചിട്ടൊന്നുമില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്തെങ്കിലും പറയാ. അപ്പോ എങ്ങനെയെങ്കിലും ഭൂമി കൈവശപ്പെടുത്താനുള്ള എല്ലാ അവകാശവും എന്തിനാ വഖഫ് ബോർഡ് ചോദിച്ചിട്ടാണോ 95-ന് നിയമം കൊടുത്തത്? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ആരോട് ചോദിച്ചിട്ടാ കൊടുത്തത്? അങ്ങനെ അതിൽ പോട്ടെ, ഇനി 2013 ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അത് അതിലേറെ അപകടം. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. അൽഷിമേസ്. അപ്പൊ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ ഭേദഗതി വേണ്ടി വന്നത്. 95-ലെ നിയമവും 2013-ലെ അമെന്റ്മെന്റും ഇല്ലായിരുന്നെങ്കിൽ ഈ നിയമം ഭേദഗതി ഒന്നും വേണ്ട. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പഴയ നിയമത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. വഖഫ് ബോർഡിനെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇന്ന് 4-ൽ 3 കേസ് അമുസ്ലിങ്ങൾക്കെതിരെയാ. 4-ൽ 3 കേസ് അവര് കോടതി കയറുക. എല്ലാം വിധിയുടെ വിളയാട്ടം. അച്ഛൻ അപ്പൂപ്പന്മാരെ കാലത്ത് കിട്ടിയ ഭൂമി, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, ഇതൊക്കെ വഖഫ് എല്ലാം തെളിയിക്കാൻ അവർ ഓടി നടക്കുക. എന്തൊരു മര്യാദ അത്! ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അതുകൊണ്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്തത്. പിന്നെ ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പ്രധാനമന്ത്രി പറഞ്ഞു എന്ന്. അത് പ്രധാനമന്ത്രി അല്ലല്ലോ ആദ്യം പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചതല്ലേ. അതും പ്രധാനമന്ത്രിന്റെ തലയിൽ വെക്കുക. ഇതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഭാരതത്തിന്റെ ഭരണഘടന, ഇന്ന് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മദിനമാണ്. ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമാണ്, ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ദി സ്റ്റേറ്റ് ഷാൽ എൻഡവർ ഫോർ എ യൂണിഫോം സിവിൽ കോഡ്. ഈ രാജ്യത്തിലെ ഭരണകൂടം പ്രയത്നിക്കണം, കഠിനാധ്വാനം ചെയ്യണം. എന്തിന്? ഒരു ഏകീകൃത സിവിൽ നിയമത്തിന്. ദൈവമേ, ഇത് 2 കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. സുപ്രീം കോടതി ഏറ്റവും ചുരുങ്ങിയത് 5 ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞ 5 ജഡ്ജ്മെന്റ് സുപ്രീം കോടതിന്റെ. ഈ അടുത്ത ദിവസം ഡൽഹി ഹൈക്കോടതിയും പറഞ്ഞു. അപ്പോ ഇവരൊക്കെ പറഞ്ഞ കാര്യം പ്രധാനമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കണ്ട. നിങ്ങൾ പ്രധാനമന്ത്രി പറയുന്ന, അദ്ദേഹമായിട്ട് ചെയ്യുന്ന കാര്യവും പറയുന്ന കാര്യവും കെട്ടിവെച്ചാൽ മതി. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.